ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്നാൽ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തെറ്റായ ചികിത്സയിലൂടെയും തെറ്റായ ഫസ്റ്റ് എയ്ഡിലൂടെയൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതെ, പാമ്പ് കടിച്ചാൽ എന്തൊക്കെ ചെയ്യണം, അതിലുപരിയായി എന്തൊക്കെ ചെയ്യരുത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സോണി രാജു. വെൽക്കം ടു ഡോക്ടർ എക്സ്പ്ലെയിൻഡ്. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ വിശദീകരണം നൽകുന്നു. പാമ്പ് കടി ഏൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പാമ്പ് കടികളും അപകടകരമല്ല. അതായത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എല്ലാ പാമ്പുകൾക്കും വിഷമുള്ളതല്ല. ഇനി വിഷമുള്ളൊരു പാമ്പ് നമ്മളെ കടിച്ചാൽ തന്നെ ആ കടിയിലൂടെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എല്ലാ കാര്യത്തിലും സംഭവിക്കില്ല. ഇത്തരമുള്ള ബൈറ്റുകൾക്ക് പറയുന്നതാണ് ഡ്രൈ ബൈറ്റ് എന്ന്. ഇനി വിഷമുള്ളൊരു പാമ്പ് കടിച്ച് വിഷം നമ്മുടെ ശരീരത്തിലെത്തിയാൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഫസ്റ്റ് എയ്ഡിലൂടെയും കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ലഭിക്കാൻ സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിലൂടെയും ആ വ്യക്തിയെ നമുക്ക് പൂർണ്ണമായി തന്നെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ ചെയ്യരുത് എന്നതാണ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ ആ കടിയേറ്റ വ്യക്തിയുടെ ആ മുറിവിൻ്റെ മുകളിലായിട്ട് പെട്ടെന്നൊരു കയറോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വരിഞ്ഞു മുറുകി കെട്ടും. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ടൈറ്റായിട്ട് ആ ഭാഗത്ത് കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ രക്തയോട്ടം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഭാഗത്തിലുള്ള ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കാനും ഒരുപക്ഷെ ആ ഭാഗം മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരെ ഭാവിയിൽ വന്നേക്കാം. ഇതിന് പകരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഭാഗത്ത് ഒരു ലൂസായിട്ട്, അതായത് ഒരു പേനയോ അല്ലെങ്കിൽ ഒരു വിരളോ ഒക്കെ കടക്കുന്ന രീതിയിൽ ലൂസായിട്ട് മാത്രം കെട്ടുക. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ബ്ലോക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്തുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള രക്തക്കൊഴലുകളെ മാത്രമാണ്. പലരും വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുറിവേറ്റ ഭാഗത്ത് അതിന് ചുറ്റുമായിട്ടൊരു മുറിവുണ്ടാക്കിയിട്ട് ആ ഭാഗത്തൂടെ ചോരയും വിഷവും ഒക്കെ വാർന്ന് കളയാൻ ശ്രമിക്കാറുണ്ട്. ഇതും ഒരു തെറ്റായ പ്രാക്ടീസാണ്. മറ്റൊരു രീതിയിലുള്ള ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ പുരട്ടിക്കൊണ്ടോ, പച്ചമരുന്നുകളോ മഞ്ഞളോ എണ്ണയോ ടൂത്ത് പേസ്റ്റോ ഒക്കെ പുരട്ടിക്കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറും എന്ന് നമ്മൾ വിശ്വസിക്കും. അതും ഒരു തരത്തിലുള്ള ഗുണമുണ്ടാകുന്ന ഒരു കാര്യമല്ല. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചില ആൾക്കാർ ഉടനെ തന്നെ ഈ പാമ്പിനെ പിടിക്കാൻ പോയി അതിലൂടെ സമയം നഷ്ടപ്പെടുത്താറുണ്ട്. ഇതും നമുക്കൊരു തരത്തിലും ഗുണമുള്ള ഒരു കാര്യമല്ല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുമെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിൽ നിന്ന് പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇനി ശരിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയെ റിയഷ്വർ ചെയ്യുക. അതായത് നിങ്ങൾ ആ വ്യക്തിയെ ടേക്ക് കെയർ ചെയ്തോളാം, അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകുക. അയാളെ ഭയപ്പെടുത്താതിരിക്കുക. രണ്ടാമത് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കടിയേറ്റ ഭാഗം അനക്കാതെ വെക്കാൻ സഹായിക്കുക. അതായത് നമ്മൾ ആ ഭാഗം അനങ്ങാതെ വെച്ചുകൊണ്ട് നമുക്ക് അതിലെ രക്തയോട്ടം കൂടുന്നത്, അതായത് വിഷം നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കടിയേറ്റ ഭാഗം കയ്യോ കാലോ ഒക്കെ ആയിരിക്കും സാധാരണഗതിയിൽ. അങ്ങനെയുള്ളൊരു ഭാഗം നമ്മുടെ ഹാർട്ട് ലെവലിന് താഴെ കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ വിഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നമുക്ക് സഹായിക്കാം. അതിനോടൊപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഉടനെ തന്നെ ഈ വ്യക്തിയെ സുരക്ഷിതമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ അന്വേഷിച്ചിട്ട് അവിടെ ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആണ്, വിദഗ്ധ ചികിത്സ നൽകാനുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉടൻ തന്നെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓർക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതും പാമ്പ് കടിയിലെ ഫസ്റ്റ് എയ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ അറിവിലേക്കായി ഈ ഒരു വ്യക്തിയെ, പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ തരാം. നമ്മൾ പാമ്പിൻ്റെ വിഷത്തിൻ്റെ എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് 3 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് സൈറ്റോടോക്സിക് എഫക്റ്റ്. അതായത് പാമ്പ് കടിയേറ്റതിന് ശേഷം ആ ഭാഗത്ത്, പാമ്പ് കടിയേറ്റ ഭാഗത്ത് അവിടെ ലോക്കലായിട്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് അവിടെ നിറവ്യത്യാസം ഉണ്ടാവാം, അവിടെ പഴുപ്പോ ചലവോ ഒക്കെ വരാം, ആ ഭാഗത്ത് കഴകൾ രൂപപ്പെടാം, നിറവ്യത്യാസങ്ങളുണ്ടാവാം, നീര് വരാം. അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ സൈറ്റോടോക്സിക് എഫക്ട്സ് എന്ന് പറയുന്നത്.
രണ്ടാമതായിട്ട് ഹെമറ്റോടോക്സിക് എഫക്റ്റ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് കട്ടയാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് നമ്മൾ പാമ്പ് കടിയേറ്റ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് രക്തം കട്ടയാവുന്നതിൽ താമസം സംഭവിക്കാം. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് WBCT എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്. അതായത് നമ്മുടെ ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് 20 മിനിറ്റിനുള്ളിൽ കട്ടയാവുന്നുണ്ടെന്ന് പരിശോധിക്കും. ഇത് കട്ടയാവുന്ന ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ വിഷം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അർത്ഥമാക്കാം. ഈ ടെസ്റ്റ് നമുക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പരിശോധിക്കേണ്ട ആവശ്യം വന്നേക്കാം. മൂന്നാമതായിട്ട് ന്യൂറോടോക്സിക് എഫക്ട്സ്, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ചില വ്യക്തികളിൽ കാഴ്ച ഇരട്ടിച്ച് കാണാം, കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോകുന്ന പോലെ തോന്നാം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം തുടങ്ങിയവയാണ് ന്യൂറോടോക്സിക് എഫക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത് ആൻറ്റി സ്നേക്ക് വെനം, ASV എന്നറിയപ്പെടുന്ന ആൻറ്റി സ്നേക്ക് വെനം ആ വ്യക്തിക്ക് കുത്തിവെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന 4 പ്രധാനപ്പെട്ട സ്നേക്കുകൾക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുള്ള ഒരു പോളിവാലന്റ് മിക്സ്ചറാണ് ഈ പറയുന്ന ആൻറ്റി സ്നേക്ക് വെനം. ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഡയാലിസിസ് വേണ്ടി വന്നേക്കാം, ചില ആൾക്കാർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വന്നേക്കാം, ICUവിൽ കുറേ ദിവസം അഡ്മിറ്റ് ആവേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അനുബന്ധ ചികിത്സകളായിട്ട് നൽകേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാമ്പ് കടിയേറ്റ ചികിത്സയുടെ ഒരു ബേസിക് ഔട്ട്ലൈനായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്